ഇന്ന് നമുക്ക് പാലാഴി മഥനത്തെക്കുറിച്ച് പറയാം. ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൂക്കത്ത് ശുണ്ഠിയുള്ള മഹർഷിയാണ്. വലിയ തപോസിദ്ധിയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ ഒരു രക്ഷയില്ല, ശപിച്ചു കളയും. അതുകൊണ്ട് ദുർവാസാവ് മഹർഷിയുമായിട്ട് ഇടപഴകുന്നവരെല്ലാവരും വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യവും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഒരു ദിവസം ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിനെ കാണാനായിട്ട് പാലാഴിയിലേക്ക് പോകുകയാണ്. പാലാഴിയിലാണല്ലോ മഹാവിഷ്ണു ശയിക്കുന്നത്, അനന്തൻ്റെ പുറത്ത്. അപ്പോൾ അവിടെ പാലാഴി ചെന്നപ്പോൾ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വന്ന ദേവേന്ദ്രൻ യാത്ര പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് ദുർവാസാവ് മഹർഷിയാണ്. ദേവേന്ദ്രൻ വേഗം താന്ന് തൊഴുതു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടനായ മഹർഷി ദേവേന്ദ്രന് പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് കൊരുത്ത ഒരു മാല സമ്മാനിച്ചു. എന്നിട്ട് വിഷ്ണുവിനെ കാണാനായിട്ട് അകത്തേക്ക് പോയി. ദേവേന്ദ്രൻ ആനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഈ പൂമാല ആനയുടെ മസ്തകത്തിൽ വെച്ചിട്ട് സ്വന്തം തലമുടിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒതുക്കി കെട്ടി, കിരീടത്തിന് താഴെ മുടിയുണ്ടല്ലോ, അതൊക്കെ ഒതുക്കി കെട്ടിയിട്ട് ഈ മാല ചൂടാം എന്ന് വിചാരിച്ച് തയ്യാറായിരിക്കുന്ന സമയത്ത് പൂക്കളുടെ മണവും തേനിൻ്റെ ആ ഒരു ഗന്ധമൊക്കെ കൂടെ വന്നിട്ട് വണ്ടുകൾ, ഒരുപാട് തേനീച്ചയൊക്കെ ഈ മാലയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ ആനയാകെ അങ്ങ് വളരെ അസ്വസ്ഥനായി. ഈ ഈച്ചകളുടെ ശല്യം കൊണ്ട് ആന തലയൊന്ന് കുടഞ്ഞപ്പോൾ ഈ മസ്തകത്തിലിരുന്ന മാല താഴെ വീണു ആന കാലുകൊണ്ട് അതങ്ങ് ചവിട്ടി. പൂക്കളല്ലേ, ആനയുടെ ചവിട്ട് കൊണ്ടിട്ട് പൂക്കൾ അത്രയും അരഞ്ഞുപോയി. ഈ സമയത്താണ് ദുർവാസാവ് മഹാവിഷ്ണുവിനെ കണ്ടിട്ട് വെളിയിലേക്ക് വരുന്ന കണ്ട കാഴ്ച എന്താണെന്നറിയോ? താൻ സന്തോഷപൂർവ്വം ദേവേന്ദ്രന് സമ്മാനിച്ച ആ മാല ആന കാൽക്കലിട്ട് ചവിട്ടി തേക്കുന്നു. അപ്പം മഹർഷിയെ നിന്ദിച്ചതിന് തുല്യമായല്ലോ എന്ന് മഹർഷിക്ക് തോന്നി. ഉടനെ വരുന്നു ശാപം. ശാപം എന്താണ്? നിങ്ങളെല്ലാവരും, ദേവന്മാരെല്ലാവരും ജരാനര ബാധിച്ച് അകാലത്തിൽ തന്നെ വൃദ്ധരായി പോട്ടെ. ഇതാണ് ശപിച്ചത്. ദേവേന്ദ്രനാകെ വല്ലാതെ വിഷമത്തിലായി. താൻ കാരണം ദേവലോകത്തുള്ള എല്ലാ ദേവന്മാരും സുന്ദരിമാരായ ദേവികളും എല്ലാവരും, ദേവന്മാരുടെ കൂട്ടത്തിൽ അതിസുന്ദരന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ അകാലത്തിൽ ജരാനര ബാധിച്ച് വാർദ്ധക്യത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ഇനി ഇതിനെന്താ ഒരു പോംവഴി എന്താണ്? നേരെ വിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി. പാലാഴി കടഞ്ഞ് കിട്ടുന്ന അമൃതം കൊണ്ട് അത് സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജരാനരയും വാർദ്ധക്യവും ഒക്കെ അപ്രത്യക്ഷമാകും, നിങ്ങൾ എക്കാലവും യൗവനയുക്തരായിട്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതിന് പാലാഴി കടയാനുള്ള വഴി എന്താണ്? അത് ആലോചിച്ചപ്പോൾ പാലാഴി കടയുക എന്ന് പറയുന്ന വലിയൊരു ജോലിയാണ്. സമുദ്രത്തിനകത്ത് പാൽക്കടലാണ്. ആ കടലിൽ വലിയൊരു പർവ്വതം കൊണ്ടുവന്നു. നമ്മൾ വീട്ടിലെ അമ്മമാരൊക്കെ തൈര് കലക്കണ കണ്ടിട്ടുണ്ടോ? തൈര് കലക്കി ഇങ്ങനെ കടകോല് കൊണ്ട് കടകോലിൽ ഇങ്ങനെ കയറ് ചുറ്റി ആ കയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴല്ലേ തൈര് കടയുന്നത്. കടഞ്ഞു വരുമ്പോഴാണ് വെണ്ണ പൊങ്ങി വരുന്നത്. അതുപോലെ തന്നെ മന്ദരപർവ്വതം എന്ന പർവ്വതത്തെ കൊണ്ടുവന്ന് കടലിൽ നിക്ഷേപിച്ചപ്പോൾ ഒരു കൂർമ്മമായിട്ട് വിഷ്ണു തന്നെ ആ പർവ്വതത്തെ താങ്ങി നിർത്തി. എന്നിട്ട് വാസുകി എന്ന വലിയ സർപ്പം, വാസുകിയാണ് കയറായിട്ട് ഈ പർവ്വതത്തിനെ ചുറ്റി ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് വാസുകിയുടെ തല, മറുഭാഗത്ത് വാസുകിയുടെ വാല്. അപ്പം തലഭാഗവും വാൽഭാഗവും ഉണ്ട്. അതങ്ങ് കടയാനായിട്ട് തുടങ്ങി. ഒരു ഭാഗത്ത് ദേവന്മാരാണ് പിടിക്കുന്നത്, മറുഭാഗത്ത് അസുരന്മാരാണ് പിടിക്കുന്നത്. അങ്ങനെ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിൽ നിന്നും ഇവർ ഈ കടകോല് പോലെ പർവ്വതത്തെ കടഞ്ഞെടുത്ത് ഇങ്ങനെ കുറേ നേരം കടഞ്ഞു വന്നപ്പോഴേക്കും അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വെളിയിലേക്ക് പൊങ്ങി വന്നു. ആദ്യം വന്നത് ആരാന്നറിയോ? സുന്ദരിയായ ലക്ഷ്മി ദേവി. പാൽക്കടലിൽ നിന്ന് പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വന്നത് ലക്ഷ്മി ദേവിയാണ്. അത് കഴിഞ്ഞപ്പോൾ കൗസ്തുഭരത്നം, ലക്ഷ്മി ദേവിക്ക് പുറകെ കൗസ്തുഭരത്നം വന്നു. പിന്നെ വന്നത് പാരിജാതം എന്ന മഹത്തരമായ ഒരു വൃക്ഷം, എപ്പോഴും പൂവണിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമാണ് പാരിജാതം വന്നു. അത് കഴിഞ്ഞ് വന്നത് എന്താണ്? കാമധേനു എന്ന് പറയുന്നത് ഒരു പശുവാണ്. ധേനു എന്ന് പറയുന്ന പശുവിനെയാണ്.
കാമധേനു എന്ന് പറയുന്ന ആ പശുവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളുടെ ആഗ്രഹം നിവൃത്തി ഈ പശു സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. വിശേഷ സിദ്ധിയുള്ള ഒരു പശുവാണ്. അത് കഴിഞ്ഞ് വന്നതോ ഒരു പറക്കുന്ന കുതിര, ഉച്ചൈശ്രവസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലക്ഷ്മി ഭഗവതി, കൗസ്തുഭരത്നം, പാരിജാതം, കാമധേനു, ഉച്ചൈശ്രവസ് എന്ന പറക്കും കുതിര, പിന്നെയോ ഐരാവതം എന്ന വെളുത്ത ആന. സാധാരണ ആനയൊക്കെ കറുത്തല്ലേ കാണുക? ഈ ആനയ്ക്ക് വെള്ള നിറമാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു ആന. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാൻ സ്വീകരിക്കുകയാണ്. വിഷ്ണു ഭഗവാനായി സ്വീകരിച്ചു. കൗസ്തുഭരത്നവും വിഷ്ണു ഭഗവാൻ സ്വീകരിച്ചു. ഐരാവതം എന്ന വെളുത്ത ആന ദേവേന്ദ്രൻ സ്വീകരിച്ചു. പിന്നെ പാരിജാതം ദേവലോകത്തേക്ക്, കാമധേനു ദേവലോകത്തേക്ക്, പിന്നെ ഉച്ചൈശ്രവസും ദേവലോകത്തേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും, ഇത്രയും മഥനം കഴിഞ്ഞപ്പോഴേക്കും വാസുകി ക്ഷീണിച്ചു പോയി. ക്ഷീണിച്ച വാസുകി ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴെന്താണ്, ഭയങ്കര വിഷം, കടും നീല നിറത്തിലുള്ള കാളകൂട വിഷമാണ് വാസുകി ഛർദ്ദിക്കാൻ തുടങ്ങുന്നത്. ഈ വിഷം താഴെ വീണ് കഴിഞ്ഞാൽ ഭൂമി കത്തി എരിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് താഴെ വീഴാൻ പാടില്ല. അതുകൊണ്ട് എന്തു ചെയ്തു, ഇത് സാക്ഷ്യം വഹിച്ചിരുന്ന പരമശിവൻ, ശിവൻ ശിവഭഗവാൻ എന്തു ചെയ്തു, ആ വിഷം കയ്യിലിങ്ങനെ മേടിച്ചു. കയ്യിൽ മേടിച്ചു കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യണം, താഴെ കളയാൻ ഒക്കില്ല. താഴെ കളഞ്ഞാൽ ലോകം നശിക്കും. അതുകൊണ്ട് ശിവൻ എന്ന് പറയുന്നത് സംഹാരമൂർത്തിയാണ്, എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള ആളല്ലേ ശിവൻ. അപ്പോൾ അതുകൊണ്ട് ശിവൻ എന്തു ചെയ്തു, ആ വിഷം അങ്ങ് വിഴുങ്ങി കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത് പാർവതീദേവി നിൽക്കുകയാണ്. ശിവൻ വിഷം വിഴുങ്ങുമ്പോൾ ശിവന് നാശം സംഭവിക്കുമോ എന്ന്, സ്വന്തം ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് പാർവതീദേവി എന്തു ചെയ്തു, ശിവൻ്റെ കഴുത്തിൽ പിടിച്ചു, ഇങ്ങനെ ഞെക്കി അമർത്തി പിടിച്ചു, വിഷം താഴോട്ട് ഇറങ്ങിപ്പോകാതിരിക്കാനായിട്ട്. ഉടനെ തന്നെ വിഷ്ണു ഭഗവാൻ കൈകൊണ്ട് വായു അമർത്തി. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നുമാണല്ലോ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ വകുപ്പാണ്. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ ഈ വിഷം വെളിയിൽ വരാതിരിക്കാനായിട്ട് വായമർത്തി പിടിച്ചു. പാർവതീദേവി തൊണ്ടയിലും പിടിച്ചു. ഈ വിഷം, കടും നീല നിറത്തിലുള്ള വിഷം, ഭഗവാന്റെ ശിവൻ്റെ ശ്രീനീലകണ്ഠൻ എന്നുള്ള പേര് കിട്ടിയത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ വിഷം തൊണ്ടയിൽ ഇരുന്ന് ഉറഞ്ഞു പോയപ്പോഴേക്കും അങ്ങനെ ആണ് ശിവന്, പരമശിവന് നീലകണ്ഠൻ എന്നുള്ള പേര് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഈ സമയത്താണ് പാലാഴി കടഞ്ഞെടുത്ത് അതിൽ നിന്നും അമൃത് കുംഭം പൊങ്ങി വരുന്നത്. അപ്പം ഈ ആകെ ഒരു ബഹളവും ഒരു അരാജകത്വം പോലെയാണ് അവിടെ. എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു സ്ഥിതി വിശേഷത്തിലാണ് ഈ അമൃത് പൊങ്ങി വരുന്നത്. അമൃത് പൊങ്ങി വരുന്നത് കണ്ടതും എന്തു ചെയ്തു, അസുരന്മാർ, ദേവന്മാരൊക്കെ ശിവനെ ശുശ്രൂഷിക്കുകയും വിഷ്ണുവും പാർവതിയും എല്ലാവരും കൂടെ അവരെല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് അമൃതകുംഭം പൊങ്ങി വന്നപ്പോൾ അസുരരാണ് ഇത് ആദ്യം കണ്ടത്. അസുരരെന്ത് ചെയ്തു, ആ അമൃതകുംഭം എടുത്തുകൊണ്ട്, ഇത് വിശേഷസിദ്ധിയുള്ള ഒരു ഔഷധമാണ്, നിത്യയൗവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി അസുരന്മാർ അതും എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പാടുപെട്ട് പാലാഴിയൊക്കെ കടഞ്ഞെടുത്ത് വന്നപ്പോഴേക്കും അമൃതകുംഭം വന്നത്, കൈയടക്കിയത് അസുരന്മാരാണ്. ദേവന്മാരും അസുരന്മാരും നമുക്കറിയാമല്ലോ, എപ്പോഴും അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണല്ലേ. ഒന്ന് നന്മയുടെയും ഒന്ന് തിന്മയുടെയും പ്രതീകമായിട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാലും അസുരന്മാർ അമൃതം കൊണ്ടുപോയപ്പോഴേക്കും ദേവന്മാരാകെ ലഭ്യരായിപ്പോയി. ഇത്ര പാടുപെട്ടിട്ട് അത് കൊണ്ടുപോയില്ലേ, ഇനി അതെന്താ പറ്റിയത്, അസുരരെന്ത് ചെയ്തു, ദേവന്മാർക്ക് എങ്ങനെ അമൃത് കിട്ടി എന്നുള്ളത് നമുക്ക് വേറൊരു കഥയെ കൂടെ അറിയാം കേട്ടോ.